ഈ സമരപരിപാടിയുടെ ആദരണീയനായ അധ്യക്ഷൻ, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ BS സൂരജ്, ഇന്ന് ഈ സമരപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ജില്ലയുടെ പ്രഭാരിയായിട്ടുള്ള ശ്രീ രാധാകൃഷ്ണ മേനോൻ, പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായിട്ടുള്ള ശ്രീ പന്തളം പ്രതാപൻ, ശ്രീ ഷാജിയാർ നായർ, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാർ, പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികൾ, മോർച്ചകളുടെ സംസ്ഥാന, ജില്ലാ, മണ്ഡലം ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാർ, ജില്ലയുടെയും മണ്ഡലത്തിന്റെയും മറ്റ് സഹപ്രവർത്തകർ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഇന്ന് കേരളത്തിലുടനീളം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ നടക്കുകയാണ്. ഇന്നിവിടെ പത്തനംതിട്ടയുടെ MP ആയിട്ടുള്ള ശ്രീമാൻ ആന്റോ ആന്റണിയുടെ ഓഫീസിന് മുമ്പിൽ ഇന്നിവിടെ സമരം നടക്കുന്നത് പോലെ ഇന്ന് വയനാട്ടിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിന്റെ മുമ്പിലും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി സമരം നടത്തുകയാണ്. അതുപോലെ തന്നെ അടൂർ പ്രകാശ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ MPയുടെ ആറ്റിങ്ങലിലുള്ള ഓഫീസിന് മുമ്പിലും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി സമരം നടത്തുകയാണ്. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സമരങ്ങളുമായി കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും നേതാക്കന്മാരുടെ ഓഫീസുകളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി സമരവുമായിട്ട് മുന്നിട്ടിറങ്ങുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം സംജാതമായത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമായി അറിയാം. നമ്മളൊന്നും കേൾക്കാത്ത രീതിയിലുള്ള, ആദ്യമായി ഭാരതത്തിൽ ഇതിനു മുമ്പെങ്ങും സംഭവിക്കാത്ത രീതിയിലുള്ള ഒരു തട്ടിപ്പും അഴിമതിയും കൊള്ളയും നടക്കാൻ ശബരിമല സാക്ഷ്യപ്പെട്ടു എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരെയും സംബന്ധിച്ച് ഏറ്റവും വേദന ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മള് അയ്യന്റെ മണ്ണിലാണ് നിൽക്കുന്നത്, പത്തനംതിട്ടയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരെയും സംബന്ധിച്ച് ഭഗവാൻ അയ്യപ്പൻ, സ്വാമി അയ്യപ്പൻ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ആരാധനാമൂർത്തിയാണ്. ആ അയ്യപ്പ ഭഗവാന്റെ സാക്ഷാൽ ശബരിമലയിൽ കടന്നു വന്ന് അയ്യന്റെ സ്വർണ്ണ താളികൾ കത്തോട്ട് പോകാൻ മടി കാണിക്കാത്ത കുറുവാസമായി ഇടതുപക്ഷവും കോൺഗ്രസും മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ മാസക്കാലമായി ഈ സ്വർണ്ണക്കൊള്ളയുടെ ഓരോരോ കഥകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ആദ്യമായി സമരത്തിന് മുന്നിട്ടിറങ്ങിയത്. ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലുള്ള ഇടതുപക്ഷ നേതാക്കളെയും കോൺഗ്രസ് നേതാക്കളെയും വെളിച്ചത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ, നീതിപീഠത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ രംഗത്തിറങ്ങിയത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സമരങ്ങൾ ഫലം കണ്ടു തുടങ്ങിയപ്പോൾ ഇവിടുത്തെ പോലീസിന് ചില ആളുകളെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. CPMന്റെ നേതാക്കളായിട്ടുള്ള ഈ പത്തനംതിട്ടക്കാരനായിട്ടുള്ള പത്മകുമാർ അടക്കം, ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് സൂത്രധാരനായിട്ടുള്ള പോറ്റി അടക്കം, അവരുടെ തന്നെ നമുക്കിപ്പോ അറിയാം ഏറ്റവും ഒടുവിൽ പ്രശാന്ത് അടക്കം നിരവധി ആളുകളെ അവർക്ക് കസ്റ്റഡിയിൽ എടുക്കേണ്ടി വന്നു. നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇന്നലെ ഹൈക്കോടതി പോലും ആശങ്കയോടുകൂടി ഉന്നയിച്ച ഒരു വലിയ വസ്തുത നമ്മളിൽ പലരും കണ്ടു. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ കോടതി പോലും ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്ത ആളുകൾക്ക് ഇപ്പോൾ ബെയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, ജാമ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിൽ തന്നെ മനസ്സിലാകും ഇടതുപക്ഷ സർക്കാരിന്റെ, പിണറായി വിജയൻ സർക്കാരിന്റെ ഹിന്ദു വിരുദ്ധ നിലപാട് എത്രത്തോളമെന്ന് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കണം, പോലീസ് അന്വേഷിക്കുന്ന ഒരു കേസിൽ കുറ്റപത്രം പോലും കൃത്യമായി സമർപ്പിക്കാൻ കേരളത്തിലെ സർക്കാരിന് സാധിക്കുന്നില്ല എന്നല്ലാതെ പറയേണ്ടത്, സർക്കാരിന് താല്പര്യമില്ല ആ കുറ്റപത്രം സമർപ്പിക്കാൻ. നമുക്കറിയാം, ഒരു വലിയ ജനമുന്നേറ്റമായി, വലിയൊരു സമരവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നിട്ടിറങ്ങിയപ്പോൾ അതിനെ ചെറുക്കാൻ കഴിവില്ലാതെ നിന്നപ്പോൾ പിണറായി വിജയൻ സർക്കാരിന് മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രതികളെ പിടിച്ച് ജയിലിലിട്ടു. പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, നേരത്തെ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ, ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, 90 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ പോലും ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഹൈക്കോടതിക്ക് പോലും ആശങ്കപ്പെടേണ്ടി വരുന്നു. എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്നില്ല? എന്തുകൊണ്ട് ഈ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ
ഈ കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമായി മാത്രമാണ് ഇത്രയും നാളും അവര് ഈ അറസ്റ്റിനെ ഉപയോഗിച്ചത്. അത് മാത്രമല്ല, ഇടതുപക്ഷവും കോൺഗ്രസും നമുക്കറിയാം, ഈ വാളയാറ് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒറ്റക്കെട്ടാണ്. കേരളത്തിൽ മാത്രമാണ് ഇവർ തമ്മിൽ മത്സരിക്കുന്നത്. നമുക്കറിയാം, കേരളം വിട്ട് കഴിഞ്ഞാൽ ഇവർ ഒരു കുടക്കീഴിലാണ്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒറ്റ കുടക്കീഴിലാണ് ഈ രണ്ട് കൂട്ടരും നിൽക്കുന്നത്. ഇവർ തമ്മിലുള്ള ഒരു കെട്ടുപാട്, ഇവർ തമ്മിലുള്ള കൂട്ടുകെട്ട് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാതറിയാം. നമ്മുടെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടതാണ് ഭാരതീയ ജനതാ പാർട്ടിയെ തോൽപ്പിക്കാൻ പല സ്ഥലങ്ങളും ഇവരെങ്ങനെയാണ് കൂട്ടുകൂടിയതെന്ന്. അതേ കൂട്ടുകെട്ട് ഇപ്പോൾ ഈ ശബരിമല വിഷയത്തിൽ നമ്മൾ കാണുകയാണ്. നമുക്കറിയാം, നേരത്തെ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ശ്രീമതി സോണിയാഗാന്ധി, കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള ശ്രീമതി സോണിയാഗാന്ധി, ആ സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടിയിട്ട് പോറ്റിപ്പോയത് ഒരു തവണയല്ല, നിരവധി തവണയാണ് സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടിയിട്ട് ഈ പോറ്റിപ്പോയത്. അപ്പോൾ സോണിയാഗാന്ധിയുമായി എന്താണ് പോറ്റിക്കിടപാട്? എന്തിനാണ് ഈ പുറയിലുള്ള ഈ അഞ്ജു ആന്റണി, അതുപോലെ തന്നെ അടൂർ പ്രകാശ്, ഈ കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ടാണ് സോണിയാഗാന്ധി ഓഫീസിലേക്ക് കൊണ്ടുപോയത്? ശരിയാണ്, ഞങ്ങളിൽ പലരും പ്രധാനമന്ത്രിമാരെ കാണാൻ പോകാറുണ്ട്, ദേശീയ നേതാക്കളെ കാണാൻ പോകാറുണ്ട്. പക്ഷെ ഞങ്ങളാരും ഇതുപോലുള്ള കാട്ടുകള്ളന്മാരെ വിളിച്ചുകൊണ്ട് അവിടെ പോകാറില്ല. ഞങ്ങളുടെ നേതാക്കന്മാർ ഒരു കാട്ടുകള്ളനെയും കാണാൻ അനുവാദം കൊടുക്കാറില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് സോണിയാഗാന്ധി, ഈ പറയുന്ന ആന്റോ ആന്റണിയും അടൂർ പ്രകാശും അടക്കമുള്ള നേതാക്കൾ എന്തിനാണ് സോണിയാഗാന്ധിയുമായി നിരവധി തവണ പോറ്റിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സൗകര്യമൊരുക്കി കൊടുത്തത്? ഇതിൽ നിന്ന് കാര്യം വ്യക്തമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സോണിയാഗാന്ധിയുടെ കുടുംബത്തിൽ തന്നെയുണ്ട് ആന്റിക് ബിസിനസ്സിൽ ജോലി ചെയ്യുന്നവർ. സോണിയാഗാന്ധിയുടെ സഹോദരി തന്നെ ഈ പുരാവസ്തു ബിസിനസ്സുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി വെറും വാക്ക് പറയുകയല്ല, ഇതിൽ സമഗ്രമായ ഒരു CBI അന്വേഷണം നടന്നു കഴിഞ്ഞാൽ സോണിയാഗാന്ധിയുടെ കുടുംബങ്ങൾക്ക് ഈ കേസിൽ അകത്താകുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അത്രത്തോളമുണ്ട് കോൺഗ്രസുകാരുടെ ഈ അഴിമതി. അതുകൊണ്ട് ശ്രീമാൻ ആന്റോ ആന്റണിയും അടൂർ പ്രകാശും ഒക്കെ വിചാരിക്കുന്നത് ഈ പിണറായി വിജയൻ സർക്കാരിന്റെ തട്ടിപ്പ് പരിപാടി, ഈ കേരള പോലീസിന്റെ തട്ടിപ്പ് പരിപാടി രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഇത് ഭാരതീയ ജനതാ പാർട്ടിയാണ്, നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഓരോരുത്തരെയും കാരാഗ്രഹത്തിടുന്നവരെയും ഈ സമരവുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കൾ ഒത്തിരി നാളൊന്നും ഈ CPM നൽകുന്ന ഈ സംരക്ഷണയിൽ, CPM ഒരുക്കുന്ന ഈ കപടതന്ത്രത്തിൽ രക്ഷപ്പെടാമെന്ന് കരുതണ്ട. വരുന്ന ദിവസങ്ങളിൽ ഇതിലും കൂടുതൽ സമരങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കും. ആന്റോ ആന്റണിയും അടൂർ പ്രകാശുമൊക്കെ ഇതിന് കൃത്യമായി മറുപടി പറയേണ്ടി വരും. കോടതി തന്നെ ചോദിച്ചു തുടങ്ങി, എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാക്കളെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല? നമുക്കറിയാം, ഈ ശബരിമലയിലെ കൊള്ള തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല. ഈ പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ശബരിമലയിൽ മന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ ശിവകുമാറിന്റെ അനിയൻ, നമുക്കെല്ലാം ഓർമ്മയുണ്ട്, ദേവസ്വം ബോർഡിന്റെ ചുമതല ഉണ്ടായിരുന്ന ശിവകുമാറിന്റെ അനിയൻ അവിടെ നമുക്കറിയാം മാന്നാറിൽ നിന്ന് പാത്രങ്ങൾ വാങ്ങിച്ചു എന്ന് പറഞ്ഞ് കള്ളക്കണക്ക് എഴുതി കോടികൾ തട്ടിയ കഥ നമുക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ കോൺഗ്രസുകാർ കാലങ്ങളായി ശബരിമലയെ കൊള്ളയടിച്ചു വരികയാണ്. നമുക്കെല്ലാം ഓർമ്മയുണ്ട്, 2018-19 നമ്മുടെ പൂങ്കാവനം കളങ്കപ്പെടുത്താൻ വേണ്ടി സ്ത്രീകളെ കയറ്റിക്കൊണ്ട് ആ പൂങ്കാവനത്തെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച പിണറായി വിജയൻ, അന്ന് ആ പിണറായി വിജയൻ ഒപ്പം നിന്നത്, ആ പിണറായി വിജയൻ സർക്കാരിന് ഒത്താശ ചെയ്തു കൊടുത്തത് കോൺഗ്രസുകാരാണ്. അതിന്റെ പ്രതിഫലമായിട്ടാണ് ഇന്നിപ്പോൾ പിണറായി വിജയൻ സർക്കാർ ആന്റോ ആന്റണിയെയും അടൂർ പ്രകാശിനെയും ഒന്ന് തൊഴാൻ പോലും തയ്യാറാവാത്തത്. പക്ഷേ ഇനി അത് സമ്മതിക്കില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി കഴിഞ്ഞു. ഇവർ രണ്ടുപേരും ചേരുന്ന കുറുവാ സംഘം, അവർ കാലങ്ങളായി ശബരിമലയെ തകർക്കാൻ, കേരളത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങളെ തകർക്കാൻ, ഹൈന്ദവ വിശ്വാസത്തെ തകർക്കാൻ ഈ രണ്ട് കൂട്ടം ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിച്ചു വരികയാണ്. കോൺഗ്രസിന്റെ കാര്യം നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് വരികയാണ്. എന്ന് TV തുറന്നു നോക്കിയാലും ഒറ്റ കാര്യം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ശ്രീമാൻ VD സതീശനും എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വെള്ളപൂശൽ തുടങ്ങും. ആരെ വെള്ളപൂശൽ? ജമാഅത്ത് ഇസ്ലാമിയെ വെള്ളപൂശാൻ തുടങ്ങും. ഇതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം. എല്ലാ ദിവസവും ജമാഅത്ത് ഇസ്ലാമി, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീമാൻ VD സതീശൻ പറഞ്ഞ പ്രസ്താവനകളെ നിരാകരിച്ചുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് പറഞ്ഞു, മതരാഷ്ട്രമാണ് ഞങ്ങൾക്ക് വലുത്,
മതരാഷ്ട്രമാണ് ഞങ്ങൾക്ക് വലുത് എന്ന് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവാണ്. ആ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവിനെ വെള്ളപൂശിക്കൊണ്ട് ഒരു വർഗീയ രാഷ്ട്രീയം മാത്രം കളിക്കാനാണ് ശ്രീമാൻ വി ഡി സതീശൻ അടക്കമുള്ള കോൺഗ്രസുകാർ ശ്രമിക്കുന്നത്. ഇതിൽ നിന്ന് കൃത്യമല്ലേ ഹൈന്ദവരെ വേണ്ട, ക്രൈസ്തവരെ വേണ്ട, ഹൈന്ദവ വിശ്വാസങ്ങൾ വേണ്ട, ക്രൈസ്തവ വിശ്വാസങ്ങൾ വേണ്ട, ഒരു പ്രീണന രാഷ്ട്രീയം മാത്രം നടത്താം, അതുവഴി അധികാരത്തിൽ വരാമെന്നാണ് ഈ രണ്ടു കൂട്ടരും ആലോചിക്കുന്നത്. അതുകൊണ്ട് വരാൻ പോകുന്ന നാളുകൾ ഞാൻ ശ്രീമാൻ അടൂർ പ്രകാശിനോട് പറയാനുള്ളത്, സാർ, കഴിഞ്ഞ ദിവസം നിങ്ങൾ തിരുവല്ലയിൽ വന്ന് നാടകം കളിച്ചു. നാണമില്ലേ? ഒരല്പം ഉളുപ്പില്ലേ? കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ അമൃത് ഭാരത് സ്റ്റേറ്റ് ട്രെയിനിന് വേണ്ടിയിട്ട് നാടകം കളിക്കാൻ ഉളുപ്പില്ലേ? ഒന്ന് ഓർക്കണം, അമൃത് ഭാരത് ട്രെയിന്, വന്ദേ ഭാരത് ട്രെയിന്, അമൃത് ഭാരത് സ്റ്റേഷൻ, ഇതെല്ലാം നിർമ്മിക്കുന്നത്, ഇതെല്ലാം കൊടുക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണെന്ന് ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. എന്നിട്ട് നാടകം കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉളുപ്പമില്ലാതെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ വികസനത്തിന്റെ ഒരു കാര്യം പോലും ഇല്ലാത്തതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഉളുപ്പില്ലാതെ കയറി വന്നിട്ട് പ്രഹസനം നടത്തുന്നു. ഇതാണ് കോൺഗ്രസുകാരുടെ നിലവാരം. ഈ പറയുന്ന ആന്റോ ആന്റണിയുടെ നിലവാരം ഇതല്ലാതെ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ മിസ്റ്റർ ആന്റോ ആന്റണി? ഞങ്ങൾ ചോദിക്കുകയാണ്. അതുകൊണ്ട് താങ്കൾ ഈ പോലീസ് ബാരിക്കേഡിന്റെ പുറകിൽ നിന്ന് എന്നേക്കും രക്ഷപ്പെടാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയി. ഇവിടെ ഞങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയെ കൊണ്ടുവരിക തന്നെ ചെയ്യും. നിങ്ങളെ ഓരോരുത്തരും ഞങ്ങൾ ജയിലിലും, യാതൊരു സംശയം വേണ്ട. ഇത് പറയുന്നത് നരേന്ദ്രമോദിയുടെ പാർട്ടിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതുകൊണ്ട് ഇന്ന് ഈ സമരം ഇതൊരു തുടക്കം മാത്രമാണ്. ശ്രീമാൻ ആന്റോ ആന്റണിക്ക് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ഉറക്കമില്ലാത്ത രാത്രികളാവും. താങ്കളുടെ കൂട്ടാളികൾ പലരും നേരത്തെ ജയിലിൽ പോയിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ താങ്കളും ജയിലിൽ പോകും എന്ന് മാത്രമാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് സമരങ്ങളുടെ ദിവസമാണ്. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജനമുന്നേറ്റവുമായി ഭാരതീയ ജനതാ പാർട്ടി ശ്രീമാൻ അടൂർ പ്രകാശിനെയും ശ്രീമാൻ ആന്റോ ആന്റണിയെയും എല്ലാവരെയും ജയിലിലടയ്ക്കുന്നവരെയും ഈ സമരവുമായി മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയ ജനമുന്നേറ്റം നടത്തിയ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. നമസ്കാരം. പരിപാടിയിൽ സംസാരിക്കാൻ പാർട്ടിയുടെ ജില്ലാ പ്രഭാരി അഡ്വക്കേറ്റ് വി രാധാകൃഷ്ണൻ അവരെ ക്ഷണിച്ചു. ഈ പരിപാടിയുടെ അധ്യക്ഷ പദവി ഏൽപ്പിക്കുന്ന ജില്ലയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട സുരേഷ്, ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അനൂപ്, കർഷക മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട ഷാജി ആർ നായർ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട പന്തളം പ്രതാപൻ, പാർട്ടിയുടെ ജില്ലയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ബിനുമോൻ ഉൾപ്പെടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പാർട്ടിയുടെ ജില്ലാ നേതാക്കളെ, മഹിളാ മോർച്ചയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ള വിവിധ മോർച്ചകളുടെ നേതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ഭാരതീയ ജനതാ പാർട്ടി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ നാടിന്റെ എംപിയുടെ ഓഫീസിലേക്ക് ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിക്കാനിടയായ സാഹചര്യം ഉദ്ഘാടകനും അധ്യക്ഷനും വിശദീകരിച്ചു. കഴിഞ്ഞ 15 വർഷക്കാലമായി ശബരിമലയെ ഉൾപ്പെടുന്ന പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന എംപി, ഈ എംപിയും എംഎൽഎയും അടക്കമുള്ളവർ ശബരിമല ക്ഷേത്രത്തെ കൊള്ളയടിക്കാൻ വിശ്വാസത്തെ തകർക്കാൻ നടക്കുന്ന പരിശ്രമങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നു എന്നറിയുന്ന ഞെട്ടലിലാണ് കേരളവും പത്തനംതിട്ട ജില്ലയിലും. കാരണം ഇത്തരുണത്തിൽ എംപിമാരും എംഎൽഎമാരും മന്ത്രിമാരും എന്നെ തങ്ങൾമാരടക്കം ഈ തരത്തിൽ ക്ഷേത്രം തകർക്കാൻ ഗൂഢാലോചന നടത്തുന്ന, കൊള്ളയടിക്കുന്ന സാഹചര്യം ഈ നാട്ടിലെ ഒരു വിശ്വാസിയും പ്രതീക്ഷിച്ചത്. ശബരിമല ക്ഷേത്രം ദശാബ്ദങ്ങൾക്ക് മുമ്പ് മുതൽ ചില ആളുകളുടെ ടാർഗറ്റ്. ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശബരിമല ക്ഷേത്രം കൊള്ളയടി
ആ ചരിത്രം അന്വേഷിച്ചതിന്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് കുറ്റവാളികളെ ശിക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിൽ വന്ന ചരിത്രമാണ് കേരളത്തിലെ ആദ്യത്തെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ചരിത്രം. ഇന്ന് അതേ ശബരിമലയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കമ്മ്യൂണിസം സമ്പൂർണ്ണമായി ഇല്ലാതാകുമെന്ന് ഉറപ്പായിരിക്കുന്നു എന്ന് മാത്രമല്ല, ശബരിമലയെ തകർക്കാൻ, ഹിന്ദു വിശ്വാസം തകർക്കാൻ, ക്ഷേത്രങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസും CPM-ഉം ഒരുമിച്ചുള്ള ഈ മുന്നണി ഇവരുടെ ക്ഷേത്രക്കൊള്ള നടത്തുമ്പോ, വിശ്വാസം തകർക്കുമ്പോ ഇവിടുത്തെ ദേശീയ ജനത വിശ്വാസികൾ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്ന് മാത്രമല്ല, അവരിൽ വിശ്വാസമർപ്പിച്ച സർക്കാർ ഇന്ന് ഭാരതം ഭരിക്കുകയാണ്. ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദി ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്നപ്പോ പറഞ്ഞു, ശബരിമലയില് ക്ഷേത്രക്കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തവരെ തുറുങ്കിലടയ്ക്കും, എല്ലാവരെയും തുറുങ്കിലടയ്ക്കാനുണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് BJP-യുടെ സംസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി അടക്കം ഇവിടെ പറയുമ്പോ, വരും ദിവസങ്ങളിൽ ഇവിടുത്തെ MP ആന്റോ ആന്റണി അടക്കമുള്ള ക്ഷേത്രക്കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തവർ, സ്വർണ്ണം അടിച്ചു മാറ്റിയവർ സ്വസ്ഥമായി വീട്ടിൽ കിടന്നുറങ്ങാമെന്ന് കരുതരുത്. അങ്ങനെ പ്രതീക്ഷിക്കരുത്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങളെയൊക്കെ വലിച്ചു പുറത്തിടാൻ പോകുന്ന അന്വേഷണവും ജനമുന്നേറ്റവും ഇവിടെ ഉണ്ടാവും. ഇന്ന് SIT-യുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വരെ പരാമർശം നടത്തേണ്ട ഗതികേടുണ്ടായി. അന്വേഷണം നടത്തുന്ന ഏജൻസി കുറ്റകരമായ അനാസ്ഥ കാണിക്കുന്നു. കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ കുറ്റകരമായ അനാസ്ഥ. ഇവിടെ അന്വേഷണം നടത്തുന്ന പോലീസിന്റെ ഭാഗത്ത് SIT-യുടെ ഭാഗത്തുണ്ടായി എന്ന് അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി നിരീക്ഷിച്ചുവെങ്കിൽ, പിണറായിയുടെ പോലീസിനെ ഉണ്ടാക്കിയിരിക്കുന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും അങ്ങനെ രൂപീകരിച്ചിരിക്കുന്ന അന്വേഷണ സംഘം വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്ന് അന്വേഷണ ഉത്തരവിട്ട അതേ കോടതിക്ക് ബോധ്യം വന്ന സാഹചര്യമാണ് ഇവിടെ. ഇതിന് നിസ്സാരമായി കാണാനാവില്ല. ഇവിടുത്തെ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാൻ, ഇവിടുത്തെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കാൻ, ഹിന്ദു ആരാധനാ സമ്പ്രദായത്തെ നിലനിർത്താൻ, അതിനെല്ലാം ഇവിടെ ഭരണം നടത്തുന്നവർക്ക് ബാധ്യതയുണ്ട്. ഏതെങ്കിലും ചില വിഭാഗങ്ങൾ മാത്രം ഈ നാടിന്റെ താൽപര്യത്തിന് വിരുദ്ധമായി പ്രോത്സാഹിപ്പിക്കുന്ന ഭീകരമായ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന ആളുകളായി ഈ നാട്ടിലെ MPയും ഭരണവും മന്ത്രിയുമെല്ലാം മാറുമ്പോ അതിനെതിരായി അതിശക്തമായ സമരത്തിന്റെ പാതയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയും NDAയും എല്ലാം നീങ്ങുന്നതിന്റെ ഭാഗമാണ് ഈ സമരം. വരും ദിവസങ്ങളിൽ കൈയും കെട്ടി നോക്കിയിരിക്കാറില്ല, മറിച്ച് ഈ ക്ഷേത്രങ്ങളെ വിശ്വാസികൾക്ക് ഭരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം. ഈ ക്ഷേത്രങ്ങളുടെ നിയന്ത്രണം അവിശ്വാസികൾ, ഇറ്റാലിയൻ ശക്തികൾ അവരുടെ താൽപര്യത്തിന് വേണ്ടി ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാൻ, ക്ഷേത്രമടക്കമുള്ള ഹൈന്ദവ സ്ഥാപനങ്ങളിലെ വിലപിടിപ്പുള്ള വസ്തുക്കളെ പുരാവസ്തു ശേഖരത്തിലേക്ക് മാറ്റാൻ, വിഗ്രഹങ്ങൾക്ക് വെളിയിടാൻ എല്ലാം തയ്യാറാവുന്ന കാലഘട്ടമാണ്. നമുക്കറിയാം, ആന്റണി കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട MP, കോൺഗ്രസുകാർക്ക് പ്രിയപ്പെട്ട. കാരണം ഇറ്റലി സോണിയയുടെ വരുവാൻ പാർട്ടനായിട്ടുള്ള തമ്പി ആന്റണിയും പാർട്ടറ. അപ്പൊ ഇങ്ങനെ ആന്റണിക്ക് സീറ്റ് കിട്ടുന്ന കാലം മുതൽ ഇറ്റാലിയൻ കുടുംബവുമായി കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ വിരോധം പുലർത്തുകയാണോ ആന്റണിയുടെ ഏരിയയിലെ ഈ ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും പ്രശസ്തമായ ഈ കേരളത്തിൽ മുഴുവൻ വിശ്വാസികളുടെ
ക്ഷേത്രങ്ങളിലെ അപൂർവമായ വിലപിടിപ്പുള്ള വിഗ്രഹങ്ങളും സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊള്ളയടിക്കാൻ വേണ്ടി പരിപാടിയിട്ടു പദ്ധതിയിട്ടു കൂട്ടുനിന്നു എന്ന് വെളിവാകുമ്പോ ഈ ആളുകളെ ആറ്റി പുറത്താക്കുന്ന ഐതിഹാസികമായ ജനമുന്നേറ്റം വരും ദിവസങ്ങളിൽ ഈ പത്തനംതിട്ട ജില്ലയിൽ രൂപപ്പെടുന്നതിന് തുടർച്ചയാണ് ആരംഭമാണ് ഈ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പടക്കം ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ഹൈന്ദവ വിരുദ്ധരോടുള്ള ക്ഷേത്ര വിരുദ്ധരോടുള്ള വിശ്വാസ വിരുദ്ധരോടുള്ള സമീപനം പ്രകടമാക്കാനുള്ള അവസരമായി മാറുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവരും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. വന്ദേ മാതരം. പരിപാടിയിൽ പ്രതിജ്ഞ രേഖപ്പെടുത്താൻ